എല്ലാവർക്കും പേപ്പർ ഐക്യു പാർട്ട് 5 സ്വാഗതം. അപ്പോൾ നമുക്ക് ടീം ബാറ്റിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ടീം ബ്ലൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേ ബാറ്റിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് പ്ലേ ബാറ്റിൽ കൊടുക്കാം. ഇതിൽ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂ കാരിനെ നമുക്ക് വെട്ടാൻ പറ്റില്ല, റെഡ് ആൾക്കാരിനും നമുക്ക് വെട്ടാൻ പറ്റുക. അപ്പം നമുക്ക് കളിക്കാം. അപ്പം ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ റെഡിനിപ്പോൾ അത്യാവശ്യം കുറേ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്നുവെച്ചാൽ നമ്മുടെ എതിർ ടീമാണ് റെഡ്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മാർക്ക് ഒക്കെ കിട്ടും. അപ്പം നമുക്ക് ബാക്കിയൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കാം. പിന്നെയാണ് ഞാൻ സത്യം തിരിച്ചറിഞ്ഞത് അവിടെ ഗ്യാപ്പ് ഫില്ലായിട്ടില്ല. അപ്പം നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ഈ സൈഡൊക്കെ ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡ് ഞാൻ ചെയ്തതാണ്, പക്ഷെ അത് ശരിയായില്ല. അപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എൻ്റെ മൈൻഡ് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ആ ഗ്യാപ്പ് ഫുള്ള് ഫില്ലാവും. ഇങ്ങനെ വെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നു. വെട്ടാൻ പറ്റുമെന്ന് അറിയുന്നത് ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും. അതായത് റെഡ് പിടിച്ചു ഗൈസ് നമ്മളവനെ. ഇനി നമുക്ക് സൈഡിലോട്ടൊക്കെ ഒന്ന് പോവാം. ആരെങ്കിലും വെട്ടാൻ കിട്ടിയാലോ. നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് വെറുതെ ഇങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്തേക്കാം. ശരിക്കും അതിന് പറ്റൂല. നമ്മൾ അയ്യോ അവനെ വെട്ടാൻ പറ്റിയില്ല ഗൈസ്. സോ സാഡ്. നമുക്ക് അവിടെ ആരെങ്കിലും കിട്ടോ എന്ന് നോക്കാട്ടോ ഗൈസ്. നമുക്ക് ഇവരുടെ നിന്ന് കുറച്ചെടുക്കാം. അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് എടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ അവരുടെ നിന്ന് എടുക്കുന്നത് കണ്ടിട്ട് അവർ എന്നെ വെട്ടാൻ വന്നു, പക്ഷെ ഞാൻ അവരാണ് വെട്ടിയത്. അതായത് ഒരാൾ. ഓക്കെ, 2 ആൾക്കാർ നമ്മളിപ്പോൾ ഒറ്റയടിക്ക് വെട്ടി. നമുക്ക് അവിടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. ഇപ്പോൾ അവിടെ ആരുമില്ല, അതുകൊണ്ട് സുഖമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടീം ബ്ലൂ വിന്നായിട്ടുണ്ട്.